ഞാൻ വരുമെന്ന് അറിഞ്ഞിട്ടാണോ ഈ ഒരുക്കം? അതെ, അങ്ങേര് കോട്ടയത്ത് പോകുന്നെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. അങ്ങേര് ഇറങ്ങിയാൽ ഉടനെ മുതലാളി എത്തുമെന്ന്. ഈ നാരായണ ഉപേക്ഷിച്ചൂടെ? നിനക്ക് ചിലവ് ഞാൻ തരാം. മുതലാളിയുടെ ചിലവിലല്ലേ ഞങ്ങൾ ഇപ്പോഴും കഴിയുന്നത്. എനിക്ക് നിന്നെ സ്വന്തമായി കിട്ടാം. ഇപ്പൊ നിന്നെ ഇങ്ങനെയൊന്ന് കാണണമെങ്കിൽ നിന്റെ ഭർത്താവ് കോട്ടയത്ത് അയക്കണ്ടേ? മുതലാളി ഒരു പിരിച്ചുവിടലുകാരല്ല. എന്നെ പിരിച്ചുവിട്ടാലോ? നിന്നെ പിരിച്ചുവിടില്ല. ഞാൻ ജോലിക്ക് പുതിയ ആളെ വെച്ചത്. പക്ഷേ നിന്നെ പിരിച്ചുവിടില്ല. എന്തിനും ഒരു മറ വേണ്ടേ? എനിക്കൊരു ഭർത്താവുള്ള നല്ലതാണ്. ആണോ? എങ്കിൽ നാരായണമുള്ള മതി. ഞാൻ വരുമെന്ന് അറിഞ്ഞിട്ടാണോ ഈ ഒരുക്കം? അതെ, അങ്ങേര് കോട്ടയത്ത് പോകുന്നെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. അങ്ങേര് ഇറങ്ങിയാൽ ഉടനെ മുതലാളി എത്തുമെന്ന്. ഈ നാരായണ ഉപേക്ഷിച്ചൂടെ? നിനക്ക് ചിലവ് ഞാൻ തരാം. മുതലാളിയുടെ ചിലവിലല്ലേ ഞങ്ങൾ ഇപ്പോഴും കഴിയുന്നത്. എനിക്ക് നിന്നെ സ്വന്തമായി കിട്ടാം. ഇപ്പൊ നിന്നെ ഇങ്ങനെയൊന്ന് കാണണമെങ്കിൽ നിന്റെ ഭർത്താവ് കോട്ടയത്ത് അയക്കണ്ടേ? മുതലാളി ഒരു പിരിച്ചുവിടലുകാരല്ല. എന്നെ പിരിച്ചുവിട്ടാലോ? നിന്നെ പിരിച്ചുവിടില്ല. ഞാൻ ജോലിക്ക് പുതിയ ആളെ വെച്ചത്. പക്ഷേ നിന്നെ പിരിച്ചുവിടില്ല. എന്തിനും ഒരു മറ വേണ്ടേ? എനിക്കൊരു ഭർത്താവുള്ള നല്ലതാണ്. ആണോ? എങ്കിൽ നാരായണമുള്ള മതി. ഞാൻ വരുമെന്ന് അറിഞ്ഞിട്ടാണോ ഈ ഒരുക്കം? അതെ, അങ്ങേര് കോട്ടയത്ത് പോകുന്നെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. അങ്ങേര് ഇറങ്ങിയാൽ ഉടനെ മുതലാളി എത്തുമെന്ന്. ഈ നാരായണ ഉപേക്ഷിച്ചൂടെ? നിനക്ക് ചിലവ് ഞാൻ തരാം. മുതലാളിയുടെ ചിലവിലല്ലേ ഞങ്ങൾ ഇപ്പോഴും കഴിയുന്നത്. എനിക്ക് നിന്നെ സ്വന്തമായി കിട്ടാം. ഇപ്പൊ നിന്നെ ഇങ്ങനെയൊന്ന് കാണണമെങ്കിൽ നിന്റെ ഭർത്താവ് കോട്ടയത്ത് അയക്കണ്ടേ? മുതലാളി ഒരു പിരിച്ചുവിടലുകാരല്ല. എന്നെ പിരിച്ചുവിട്ടാലോ? നിന്നെ പിരിച്ചുവിടില്ല. ഞാൻ ജോലിക്ക് പുതിയ ആളെ വെച്ചത്. പക്ഷേ നിന്നെ പിരിച്ചുവിടില്ല. എന്തിനും ഒരു മറ വേണ്ടേ? എനിക്കൊരു ഭർത്താവുള്ള നല്ലതാണ്. ആണോ? എങ്കിൽ നാരായണമുള്ള മതി. ഞാൻ വരുമെന്ന് അറിഞ്ഞിട്ടാണോ ഈ ഒരുക്കം? അതെ, അങ്ങേര് കോട്ടയത്ത് പോകുന്നെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. അങ്ങേര് ഇറങ്ങിയാൽ ഉടനെ മുതലാളി എത്തുമെന്ന്. ഈ നാരായണ ഉപേക്ഷിച്ചൂടെ? നിനക്ക് ചിലവ് ഞാൻ തരാം. മുതലാളിയുടെ ചിലവിലല്ലേ ഞങ്ങൾ ഇപ്പോഴും കഴിയുന്നത്. എനിക്ക് നിന്നെ സ്വന്തമായി കിട്ടാം. ഇപ്പൊ നിന്നെ ഇങ്ങനെയൊന്ന് കാണണമെങ്കിൽ നിന്റെ ഭർത്താവ് കോട്ടയത്ത് അയക്കണ്ടേ? മുതലാളി ഒരു പിരിച്ചുവിടലുകാരല്ല. എന്നെ പിരിച്ചുവിട്ടാലോ? നിന്നെ പിരിച്ചുവിടില്ല. ഞാൻ ജോലിക്ക് പുതിയ ആളെ വെച്ചത്. പക്ഷേ നിന്നെ പിരിച്ചുവിടില്ല. എന്തിനും ഒരു മറ വേണ്ടേ? എനിക്കൊരു ഭർത്താവുള്ള നല്ലതാണ്. ആണോ? എങ്കിൽ നാരായണമുള്ള മതി. ഞാൻ വരുമെന്ന് അറിഞ്ഞിട്ടാണോ ഈ ഒരുക്കം? അതെ, അങ്ങേര് കോട്ടയത്ത് പോകുന്നെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. അങ്ങേര് ഇറങ്ങിയാൽ ഉടനെ മുതലാളി എത്തുമെന്ന്. ഈ നാരായണ ഉപേക്ഷിച്ചൂടെ? നിനക്ക് ചിലവ് ഞാൻ തരാം. മുതലാളിയുടെ ചിലവിലല്ലേ ഞങ്ങൾ ഇപ്പോഴും കഴിയുന്നത്. എനിക്ക് നിന്നെ സ്വന്തമായി കിട്ടാം. ഇപ്പൊ നിന്നെ ഇങ്ങനെയൊന്ന് കാണണമെങ്കിൽ നിന്റെ ഭർത്താവ് കോട്ടയത്ത് അയക്കണ്ടേ? മുതലാളി ഒരു പിരിച്ചുവിടലുകാരല്ല. എന്നെ പിരിച്ചുവിട്ടാലോ? നിന്നെ പിരിച്ചുവിടില്ല. ഞാൻ ജോലിക്ക് പുതിയ ആളെ വെച്ചത്. പക്ഷേ നിന്നെ പിരിച്ചുവിടില്ല. എന്തിനും ഒരു മറ വേണ്ടേ? എനിക്കൊരു ഭർത്താവുള്ള നല്ലതാണ്. ആണോ? എങ്കിൽ നാരായണമുള്ള മതി.